നമസ്കാരം. ഒരു കമ്പനി അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 3000 കോടി രൂപ, അതുപോലെ തന്നെ അത്രയും രൂപ, അതായത് 3000 കോടി രൂപയുടെ അധികം രൂപ അവർ മറ്റ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ളൊരു കമ്പനിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. കമ്പനിയുടെ പേര് മൈദാൻ അലോയ്സ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞിരുന്ന ഈ ഒറ്റ കാര്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ കമ്പനി ഫിനാൻഷ്യലി വളരെയധികം സൗണ്ട് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അലോയ് സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് എന്നുള്ള വേർഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും അലോയ് സ്റ്റീൽ എന്നുള്ള വേർഡായിരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാറുമായി ബന്ധപ്പെട്ടുള്ള അലോയ് വീൽ, ഇങ്ങനത്തെ അലോയ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇരുമ്പ്, അയൺ, അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിന് റോട്ട് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോട്ട് അയണിന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. അതായത് ഇതിന് സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. വിയർ റെസിസ്റ്റൻസ്, അതായത് തേഞ്ഞു പോകാനുള്ള റെസിസ്റ്റൻസ്, അതിനെ എതിർക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അത് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, അതായത് അടിച്ച് പരത്താനും വലിച്ചു നീട്ടാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ശുദ്ധമായ ഇരുമ്പിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. അപ്പോൾ ഇതിലോടുകൂടി നമ്മൾ ചില എലിമെൻറ്റ്സ് ചേർക്കും. അപ്പോൾ ഈ എലിമെൻറ്റ്സിനെ നമ്മൾ മലയാളത്തിൽ മൂലകങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ പലതരം എലിമെൻറ്റ്സ് ചേർക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്രോമിയം, നിക്കൽ, മോളിബിഡനം, മാംഗനീസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർക്കുന്നതാണ്. അപ്പോൾ ഈ നമുക്കെല്ലാവർക്കും അറിയുന്ന അവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സ്റ്റീൽ പാത്രങ്ങളെല്ലാം തുരുമ്പിടിക്കാറില്ല. അപ്പോൾ അതിൽ ചേർക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ ക്രോമിയം ആണ് കൂടുതൽ ചേർക്കുക. 17% ക്രോമിയം ചേർക്കും, 8% നിക്കൽ ചേർക്കും, പിന്നെ 2% മോളി, 2% മാംഗനീസ്. ഇങ്ങനെ ഇത് ഓരോ എലിമെൻസിനും ഓരോരോ ഗുണങ്ങളുണ്ട്. ക്രോമിയത്തിന് എന്താ പറയുക, റെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കഴിവുണ്ടാവും, മറ്റതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവും, വിയർ റെസിസ്റ്റൻസ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫെറോ മാംഗനീസ് സ്റ്റീൽ എന്നാണ്. അതായത് ഒരു അലോയ് സ്റ്റീൽ അതിന് 5%-ലേറെ എലിമെൻറ്റ്സ് ചേർക്കുന്നതിനാണ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കമ്പനിയുടെ പേര് മൈദാൻ അലോയ്സ് ലിമിറ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈദാൻ അലോയ്സ് ലിമിറ്റഡിൻ്റെ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 തരത്തിലുള്ള സ്റ്റീൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ ഫെറോ മാംഗനീസ് സ്റ്റീലുണ്ട്, ഫെറോ സിലിക്കൺ സ്റ്റീലുണ്ട്, സിലിക്കൺ മാംഗനീസ് സ്റ്റീലുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനി ഇത്തരത്തിലുള്ള എക്സ്പോർട്ട്സ്, ഇത്തരത്തിലുള്ള ബൾക്കായിട്ടുള്ള അലോയ് സ്റ്റീൽസ് നിർമ്മിക്കുക. അതോടൊപ്പം തന്നെ അവർ ചെറിയ ശതമാനത്തോളം വിൻഡ് പവർ, അതുപോലെ തന്നെ ക്യാപ്റ്റീവ് പവർ പ്ലാന്റ്, ഇതിലെല്ലാം ഇതിലൂടെ സപ്ലൈ ചെയ്യുന്നൊരു ഇതോടുണ്ട്. അപ്പോൾ ഫെറോ മാംഗനീസ് എന്ന് പറയുന്നത് ഫെറോ മാംഗനീസ്, ഫെറോ സിലിക്കൺ മാംഗനീസ്, ഇത്തരം 3 മെയിൻ അലോയാണ് ഇവരുടെ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2,35,600 മെട്രിക് ടൺ ആനം ഓഫ് ഫെറോ അലോയ്സാണ് അവർ നിർമ്മിക്കുന്നത്. അവർക്ക് 3 വലിയ പ്ലാന്റുകളുണ്ട്. വിശാഖപട്ടണത്തുണ്ട്, കല്യാണേശ്വരി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബൈർഹിരാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു റവന്യൂ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫെറോ അലോയിൽ നിന്നാണ് അവർ 95% അവരുടെ ഇൻകം കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ വിൻഡ് പവർ എന്ന് അവർക്ക് 0.09% ആണ്. അതുപോലെ തന്നെ ട്രേഡഡ് ഗുഡ്സ് ഫെറോ അലോയ്സ് 2%, മാംഗനീസ് ഓർ 0.8%, അതേഴ്സ് 0.2. അപ്പോൾ ഇവരുടെ മറ്റൊരു ബിസിനസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അലോയ്സ് ഓർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലെ പല കമ്പനികൾക്കും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. റോ മെറ്റീരിയൽ ഇമ്പോർട്ട് അവർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്ക, ഗാബോൺ, ഓസ്ട്രേലിയ, ഇത്തരം രാജ്യങ്ങളിൽ നിന്നാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ക്ലയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സെയിൽ, ടാറ്റ, JSW, ആർസൽ മിത്തൽ, ഖത്തറിലുള്ള ആർസൽ മിത്തൽ പിന്നെ നമ്മളെ വിദേശങ്ങളിലുള്ള കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ ചൈന സ്റ്റീൽ, ജെർഡാവോ, പോസ്കോ, എക്സെട്ര. 75% ഓഫ് റിപ്പീറ്റ് ക്ലയൻസ്, 100% ഓഫ് ഡൊമസ്റ്റിക് ക്ലയൻസ് അസോസിയേറ്റഡ് വിത്ത് ദ കമ്പനി ഫോർ 7 years. അതായത് ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികൾക്കും ഇവർ തന്നെയാണ് കൊടുക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിദേശങ്ങളിലുള്ള പല ഓർഡറുകൾ അവർക്ക് റിപ്പീറ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ എക്സ്പോർട്ട് മാർക്കറ്റിൻ്റെ 56% ഓഫ് കൺസോളിഡേറ്റഡ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് ഇൻകം ഇൻ ഇത്. അപ്പോൾ കമ്പനിക്ക് എന്താ പറയുന്നത്, എക്സ്പോർട്ട് മാർക്കറ്റ്, അതായത് വിദേശങ്ങളിലും വലിയൊരു മാർക്കറ്റ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് കമ്പനികളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 6.85 lakh ഷെയർസാണ് ഭാരത് ഇലക്ട്രോണിക്സിന് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 20.04 crore
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 41,000 ഷെയർ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 13.79 ഷെയർ അവർ ഗെയിലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാസ് അപ് ടു 1.88% ഓൺ BSEയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഏറ്റവും ലാസ്റ്റ് വീക്കിലായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 5.96 ലാക്ക് ഷെയർസാണ് അവർ 50 കോടി രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഏകദേശം 101 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 20.86 ഷെയർസ് അവർ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവരുടെ ഒരു ഫണ്ടമെൻ്റൽ ഇതിലോട്ട് നമുക്ക് പോവാം. മാർക്കറ്റ് ക്യാപ്പ് 3175 കറൻറ്റ് പ്രൈസ് 1091 രൂപയാണ്. അതുപോലെ തന്നെ 1304 രൂപ വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് 1091 രൂപയിലോട്ട് വന്നത്. സ്റ്റോക്ക് പി 5.04 ആണ്. ഇതിനെ എന്താ പറയുന്നത്, ROE ഓൾമോസ്റ്റ് സ്ട്രോങ് ആണ്. അതായത് ROCE 23.3%, ROE 18.3%. പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% ഇതിൻ്റെ ഓണേഴ്സിൻ്റെ കയ്യിലാണെന്ന് കാണാൻ പറ്റും. പിന്നെ പ്ലഡ്ജ് പെർസെൻറ്റേജ് 0 ആണ്. അത് കടങ്ങളും മറ്റു കാര്യങ്ങളും കുറവാണ് അവരുടെ. അതുപോലെ തന്നെ FIAയും DIAയും വളരെ കുറവ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. കോണ്ടിൻജൻ്റ് ലയബിലിറ്റി 24.1 കോടി രൂപയാണ്. ഇനി ഇവരുടെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത് പറയുന്നത്, എപ്പോഴും പറയേണ്ടത് ഈ ഒരു ഈ ബ്ലാക്ക് ലൈനിൻ്റെ എപ്പോഴാണോ താഴെ വരുന്നത് അപ്പോൾ മാത്രമേ വാങ്ങിക്കാവൂ. കാരണം ഇപ്പോൾ റഡാർ ലിസ്റ്റിൽ ഇട്ട് വയ്ക്കാവൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എപ്പോഴൊക്കെയാണ് ഷെയർ പ്രൈസസ് കുറഞ്ഞു വരുന്നത് ആ ഒരു മൊമെൻറ്റിൽ വാങ്ങുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും. ഇനി ഇവരുടെ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇതാണ്. ഓരോ ക്വാർട്ടറിലും റിസൾട്ട്സ്, സെയിൽസും മറ്റു കാര്യങ്ങളും പല ഏറ്റക്കുറച്ചുകളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഓൾമോസ്റ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. മാർച്ച് 23 വരെ. മാർച്ച് 2024 സെയിൽസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് 2025 അത് പിന്നെ ഇൻക്രീസ് ആവാൻ തുടങ്ങിയിരുന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇപ്പോൾ 10% ആണ്. മുമ്പ് മാർച്ച് 2022 36% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വന്നിരുന്നു. ഇപ്പോൾ അവരുടെ എക്സ്പെൻസസ് മറ്റും കഴിഞ്ഞ് ഇവർക്ക് ഏകദേശം 10% പ്രോഫിറ്റേ കിട്ടുന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ബിക്കോസ് ഓഫ് അവരുടെ പ്ലാന്റ് പവർ മറ്റുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന രീതിയിൽ ഇപ്പോൾ അതെല്ലാം പ്രോഫിറ്റിലോട്ട് മാറി. ഇപ്പോൾ അതായത് ഏറ്റവും ലാസ്റ്റ് ഇയറിൽ അവർക്ക് മാർച്ച് 2025 നോക്കുമ്പോൾ 631 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് അവർ കിട്ടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതിനു മുമ്പെല്ലാം 11, 53, 79, 180, 292, 255, 222 എങ്ങനെ ഒരു പെർസെൻറ്റേജ് വൈസ് അവരുടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 2022 അവരുടെ ഏറ്റവും ഹയസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം താഴ്ന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പിന്നെയും പൊങ്ങാൻ തുടങ്ങിയെന്ന് കാണാൻ പറ്റും. ഇനി ഈ ഇവരുടെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ 75% ഇപ്പോഴും പ്രൊമോട്ടറിൻ്റെ കയ്യിൽ തന്നെയാണ്. DIAയും FIA 1.12 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. DIA 0.02% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഈ ഒരു കമ്പനി ബിസിനസ് ഓഫ് എക്സ്പോർട്ടിങ് ആൻഡ് ഓൾ 3 ബൾക്ക് ഫെറോ അലോയ്സ് ആണ് എന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മറ്റ് വലിയ വലിയ ക്ലയൻറ്റ്സ് ഇവരുടെ ടാറ്റ സ്റ്റീൽ ഇതുപോലെ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഇത്രയും മാർക്കറ്റ് ക്യാപിൻ്റെ അത്രയും വാല്യൂ അവർ മറ്റ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ ഫിനാൻഷ്യലി വെരി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയെ റഡാർ ലിസ്റ്റിൽ വയ്ക്കുക. എപ്പോഴൊക്കെയാണോ താഴ്ന്ന പ്രൈസ് വരുന്നത് അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് അസസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.